ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? കുടിക്കടി. നീലന്റെ ശബ്ദം ഉയർന്നു. ഇത് നല്ല ചൂടാ, എന്റെ നാവ് പൊള്ളി പോയില്ലേ? നിഷ്കളങ്കമായി അവൾ പറഞ്ഞു. നീലന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നുവെങ്കിലും അവൻ അത് മറച്ചു പിടിച്ചു. നീലൻ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് ചൂടാറ്റാൻ തുടങ്ങിയതും അപ്പു കൗതുകത്തോടെ അവനെ നോക്കി നിന്നു. നീല, അവൾ വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. നീ എന്താ ഞാൻ വിളിക്കുമ്പോ വിളി കേൾക്കാതെ? വിളി കേൾക്കുന്നില്ല. നിനക്ക് ഇണങ്ങാതെ കുടിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. അത് പറഞ്ഞ നീലൻ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നീല, അവൾ വീണ്ടും വിളിച്ചു. നിനക്ക് എന്താ പൂർണ്ണ വേണ്ടേ? മനുഷ്യന് ഇത്തിരി സമാധാനം എന്താ? ഞാൻ അതിന്റെ സമാധാനം കളയാൻ നിൽക്കുന്നില്ല. നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തന്നാ മാത്രം മതി. എന്താന്ന് വെച്ച പറഞ്ഞു തൊലക്കി. നീ ശരിക്കും എന്നെ ഇഷ്ടത്തോടെയാണോ കല്യാണം കഴിച്ചേ? അത് ചോദിച്ച് അവൾ ഒറ്റടിക്ക് പാല് കുടിച്ചു തീർത്തു. അറിയുന്നില്ല, നീ ശരിക്കും ഇഷ്ടത്തോടെയാണോ? അവൾ ഗ്ലാസ് കഴുകി വെച്ച ശേഷം അവന് നേരെ തിരിഞ്ഞു. അല്ല, അവൻ തിരിച്ചു പറഞ്ഞു. അപൂർണയുടെ മുഖത്ത് സങ്കടം പ്രതീക്ഷിച്ച നീലന് അവളിൽ ഭാവമാറ്റമൊന്നും കാണാൻ സാധിച്ചില്ല. സ്വപ്നം കണ്ടു നിന്നവിടെ, ഞാൻ പോവാ. നീലൻ റൂമിലേക്ക് നടന്നു. അയ്യോ നീല, പോവല്ലേ? അവളും പിന്നാലെ ഓടി. കാവടി തുള്ളി, നീ എങ്ങോട്ടാ? പോയി മര്യാദക്ക് മുഖം വായി കഴുകടി. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതോ അവൾ വേഗം മുഖം വായും കഴുകി. നീല ലൈറ്റുകൾ ഓഫാക്കി മെയിൻ ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് നടന്നു. നീല, നീ ശരിക്കും പറഞ്ഞതാണോ? ശരിക്കും നിനക്കെന്നെ ഇഷ്ടല്ലേ? അവൾ ബെഡിലേക്ക് ഇരുന്നു. ഇഷ്ടമല്ലെങ്കിൽ? അവൻ കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. അപ്പൊ നമ്മുടെ ജീവിതം സിനിമയിലെയും കഥയിലൊക്കെ പോലെയാവോ? ആദ്യം വഴക്ക്, അടിപിടി, പിന്നെ അവസാനം സ്നേഹം, ലവ്, റൊമാൻസ്. നിനക്ക് ശരിക്കും പ്രാന്താണ് പെണ്ണെ. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കിയേ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ പോവാ. അവൾ പറയുന്നത് കേട്ട് നീലന് ചിരി വന്നെങ്കിലും അവൻ പുറത്ത് കാണിച്ചില്ല. ഞാൻ താഴെ കിടക്കണോ നീല? സിനിമയിലൊക്കെ അങ്ങനെയല്ലേ? നിന്നൊരു തിരുവം തുറന്നാ ഞാൻ കിടക്കുന്നത് താഴെയായിരിക്കില്ല, വീടിന് പുറത്തായിരിക്കും. അത് വേണോ? അതാവുമ്പോ കൂട്ടിന് വല്ല പട്ടിയോ കുറുക്കനോ ഉണ്ടാവും. വേണ്ടതില്ല, എനിക്ക് പേടിയാ. അവൾ വേഗം ബെഡിലേക്ക് കിടന്ന് തലവഴി പുതപ്പെട്ടു. നീല ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിന്റെ മറ്റേ സൈഡിൽ വന്ന് കിടന്നു. നീല നാളെ മുതൽ ക്ലാസ് തുടങ്ങുന്നതിനെ കുറിച്ചും ആലോചനയിലായിരുന്നു. രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് മ്യൂസിക് ക്ലാസ്. അതിനൊരു കടമുറി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 9 മുതൽ 10 വരെ ഒരു PSC കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം മറ്റൊരു ജോലിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല. അപൂർണയുടെ കാര്യങ്ങൾ ഒരു മുടക്കം കൂടാതെ നടത്തി കൊടുക്കണം. അരുൺ അവളെ അത്രയും കാര്യമായിട്ടാണ് ഇത്രയും കാലം നോക്കി വളർത്തിയത്. പിന്നെ തറവാട് തിരിച്ചു പിടിക്കണം. അതെങ്ങനെ വിട്ടുകളയാൻ മനസ്സനുവദിക്കണില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം കുട്ടികൾ ട്യൂഷന് വരും. അത് പിന്നെ ഇവിടെ തന്നെയാണ്. പക്ഷെ രാവിലെ അപൂർണയെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്താൻ കഴിയില്ല. അവൻ ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞ് അപ്പുവിന് നേരെ കിടന്നു. അമ്മേ, നീ എന്താ രാത്രി മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലുവോ? അവന്റെ തൊട്ടരികിൽ തന്നെ നോക്കി കണ്ണുരുട്ടി കിടക്കുന്നവളെ കണ്ടു അവൻ ചോദിച്ചു. ഓടുമാറ്റാറായോ നീല? അയയിടല്ലേ, ഒതുക്കി പണിഞ്ഞ കാണില്ല. എന്ത് ഓടുമാറ്റാറായോന്ന്? നീ കുറെ നേരമായാലും ഓടിലേക്ക് നോക്കി കിടക്കണോ? അരുണിനോട് പറഞ്ഞാ മതി, അവന്റെ പരിചയത്തിൽ ആരെങ്കിലും കാണും. അത് കേട്ട് നീലൻ ഇരു കൈകൾ കൊണ്ട് അവളെ തൊഴുത് വേഗത്തിൽ തിരിഞ്ഞു കിടന്നു. ഞാനൊരു സഹായം ചെയ്യാന്ന് കരുതി പറഞ്ഞതാ, വേണ്ടെങ്കി വേണ്ട ധ്രുവ കാർത്തികേയ. അവളും ദേഷ്യത്തിൽ തിരിഞ്ഞു കിടന്നു. പിറ്റേന്ന് നീലൻ ഇറങ്ങാൻ സമയമായിട്ട് അപ്പു ഉണർന്നില്ല. അതിനാൽ അവൻ വാതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങി. ഭാനുമ്മ ഉണ്ടാക്കി കൊടുത്ത ചായയും കുടിച്ച് PSC കോച്ചിങ്ങിന് പോകാനുള്ള ബുക്കുകളായി അവൻ ഇറങ്ങി. പോകുന്നതിന് മുമ്പ് അപൂർണയെ ഒന്ന് ശ്രദ്ധിക്കാൻ അവൻ പ്രത്യേകം പറഞ്ഞു. മ്യൂസിക് ക്ലാസ്സും PSC ക്ലാസ്സും കഴിഞ്ഞ് അവൻ തിരിച്ചു വരികയാണ്. പാടവരമ്പ് വഴി ഇറങ്ങിയതിനാൽ എളുപ്പം വീട്ടിലേക്ക് കയറാം എന്നതിനാൽ അവൻ മുണ്ടും മടക്കി കൊടുത്ത് വരമ്പിലേക്ക് ഇറങ്ങി. ഞാറ് നടുന്ന സമയമായതിനാൽ പാടത്ത് പണിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിച്ചിട്ടാണ് അവൻ നടന്നു വരുന്നത്. സാധാരണ തറവാട്ടിലായിരുന്ന സമയത്ത് പണിക്കാർ 10 മണിക്കും ഉച്ചയ്ക്കുള്ള ആഹാരം വീട്ടിൽ നിന്ന് കൊടുക്കാറുള്ളത്. രാവിലെ പാടത്ത് പണിക്കാർ ഇറങ്ങുന്ന സമയത്ത് താനും കൂടെ പണിയാൻ ഇറങ്ങാറുണ്ട്. എന്നാൽ ഇപ്പൊ അതിനൊന്നും സമയവും ഇല്ല, സൗകര്യവും ഇല്ല. അവനൊരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു. കേശവേട്ടാ,
വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ കൂലി എടുത്ത് വെക്കാം. പിന്നെ വരുമ്പോ മുകളിലെ കണ്ടത്തിൽ നിന്നും ഈ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചുവിടാൻ മറക്കരുത്. വളം നാളെ ഞാൻ ടൗണിൽ പോകുമ്പോ വാങ്ങി വരാം. നീലൻ പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെ വഴിയിലേക്ക് കയറുന്ന വരമ്പിനോട് ചേർന്ന് പാടത്തേക്കുള്ള വെള്ളം പോകുന്ന ചെറിയൊരു തോടുമുണ്ട്. ചെറിയ തോടാണെങ്കിലും കുറച്ച് അപകടമാണ്. അവിടെ നിന്നും പിള്ളേരെ ബഹളം കേട്ട് നീലൻ അവിടേക്ക് നടന്നു. ഡാ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ തോട്ടിറങ്ങി കളിക്കരുതെന്ന്. നീലന്റെ ശബ്ദം ഉയർന്നു. പിള്ളേര് പല ഭാഗത്തേക്ക് ചിതറി ഓടി. അയ്യോ, കാത്തിമാമ വന്നു ചേച്ചി, ഓടിക്കോ. ആരൂട്ടൻ അത് പറയലും കയ്യിലുള്ള കുപ്പിയിലെ മീൻ കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് ഓടലും കഴിഞ്ഞിരുന്നു. ആരൂട്ടന്റെ ശബ്ദം കേട്ട് കുറച്ച് മുന്നോട്ടേക്ക് വന്ന നീലൻ കാണുന്നത് തോട്ടിലെ കൽത്തിട്ടയിൽ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന അപൂർണയാണ്. നിനക്കൊന്നും ബോധല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ കാത്തിരിക്കുക, ഇങ്ങനെ എടുത്ത് ചാടാൻ. വല്ല അപകടം പറ്റി സമാധാനം പറയേണ്ട ഞാനാ. നീലന്റെ ഉറയ്ക്കുള്ള സംസാരം കേട്ടാണ് ഭാനുമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞു വരുന്ന നീലനെയും പിന്നാലെ തലകുനിച്ചു വരുന്ന അപ്പുവിനെയും കണ്ട് ഭാനുമ്മ അരൂട്ടിനെ ഒന്ന് നോക്കി. പക്ഷെ ഓടി വന്ന കാര്യങ്ങളെല്ലാം അപ്പോഴേക്കും ഭാനുമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇവര് രണ്ടുപേരും തോട്ടിലേക്ക് പോയത് വല്യമ്മ കണ്ടില്ലായിരുന്നാ? ഇല്ല, ഞാൻ കുളിക്കായിരുന്നു. അതാ ഇപ്പം വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞേ. എന്തിനാ കുട്ടി ആ തോട്ടിലേക്ക് ഇറങ്ങിയേ? മഴ പെയ്ത അവിടെയൊക്കെ വഴിക്ക് കിടക്ക. അതാ പിള്ളേരെല്ലാരും പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇറങ്ങിയേ. അവൾ തല ഉയർത്തി ഭാനുമ്മയെ നോക്കി. പിള്ളേര് പറഞ്ഞു പോലും. നാളെ അവരോട് നിന്നോട് കിണറ്റി ചാടാൻ പറഞ്ഞാലും നീ ചാടുവോ? നീലൻ ദേഷ്യത്തിൽ ചോദിച്ച അവൾ ഇല്ലെന്ന് തലയാട്ടി. നീ ഇങ്ങനെ ശബ്ദം ഉയർത്തി ആ കുട്ടിയെ കരയിപ്പിക്കണ്ട. ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഭാനുമ്മ പറഞ്ഞതും കുക്കർ വിസിലടിച്ച് ഒരുമിച്ചാണ്. അത് കേട്ട് ഭാനുമ്മ അടുക്കളയിലേക്ക് പോയി. നീലൻ ദേഷ്യത്തിൽ അകത്തേക്കും. നിന്നോട് ഇനി നനഞ്ഞ ഡ്രസ്സ് മാറ്റാൻ പ്രത്യേകം വന്ന് പറയണോ പൂർണ്ണ? നീലന്റെ ശബ്ദം ഉയർന്ന് അവൾ അകത്തേക്ക് ഓടി. ഉച്ചയോടെ ഭാനുമ്മയും രമ്യയും അരൂട്ടനും തിരികെ പോയി. അവർ പോകുന്നതിൽ അപ്പുവിനായിരുന്നു കൂടുതൽ വിഷമം. വൈകുന്നേരം കുട്ടികൾ ട്യൂഷനായി വരാൻ തുടങ്ങിയത് അപൂർണ അടുക്കള ഭാഗത്തേക്ക് നടന്നു. വേറെ പണികളൊന്നും ഇല്ലാത്തതിനാൽ അലക്കാനുള്ള തുണികളെടുത്ത് അവൾ അലക്കുകല്ലിനരികിലേക്ക് നടന്നു. തന്റെയും നീലന്റെയും ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അലക്കാനും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആൻസർ ഷീറ്റ് തരാം. ഉമ്മറത്തെ തിണ്ണയിൽ നിരന്നിരിക്കുന്ന പിള്ളേർക്ക് മുമ്പിൽ കസേര വലിച്ചിട്ടിരുന്നോണ്ട് നീലം പറഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലായി 15ഓളം പിള്ളേരുണ്ട്. പണ്ട് ഇതിലും കൂടുതൽ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പോ സ്ഥല സൗകര്യമില്ലാത്ത കാരണം അത്യാവശ്യമുള്ള കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത ടെസ്റ്റിന്റെയാണ്. നീലൻ കയ്യിലുള്ള പേപ്പറുകൾ നോക്കി പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് അവന്റെ ഒരു കയ്യിലിരിക്കുന്ന ചൂരൽ വടിയിലായിരുന്നു. നീലൻ ഓരോരുത്തരുടെ പേര് വിളിക്കാൻ തുടങ്ങി. അർജുൻ ദാസ് ഒന്നിങ്ങ് വന്നേ. പേര് നോക്കി വിളിച്ചതും ഒരു 7ാം ക്ലാസ് പ്രായം തോന്നുന്ന ഒരു പയ്യൻ എണീറ്റു. അവൻ നീലനിൽ നിന്നും അടി കിട്ടാതിരിക്കാൻ കുറച്ചകലെയായി വന്ന് നിന്നു. രാവണനെ കൊന്നത് ആരടാ? അർജുൻ ദാസേ. നീലൻ ആൻസർ ഷീറ്റിലേക്കും ആ പയ്യന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ബാഹുബലിയല്ലേ കാർത്തിയേട്ടാ? അത് കേട്ട് തുണികൾ അഴയിൽ വിരിക്കാൻ വന്ന അപ്പു ഉറക്കെ ചിരിച്ചു. അത് കണ്ട് നീലൻ അവളെ ഒന്ന് തറപ്പിച്ച് പേടിപ്പിച്ചു. അപ്പു ചിരി നിർത്തി തന്റെ ജോലി തുറന്നു. ഡാ, നിനക്ക് അവളുടെ ഒപ്പം തുണി വിരിക്കാൻ പോണാ? സ്ലേറ്റും പിടിച്ചിരുന്ന കിഴിച്ചുവിട്ടാൻ അപ്പുവിനെ നോക്കി ഇരിക്കുന്നത് കണ്ട് നീലൻ ദേഷ്യത്തിൽ ചോദിച്ചു. എന്നാ ഞാൻ പോയി ചേച്ചി സഹായിക്കട്ടെ കാർത്തിയേട്ടാ? കിഴിച്ചുവിട്ടാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിഷ്കളങ്കമായി ചോദിച്ചു. ഇരുന്ന് എഴുതണം മര്യാദയ്ക്ക്, അവൻ സഹായിക്കാൻ നിൽക്കുന്നു. നീലൻ അവനെ പിടിച്ച് തിണ്ണയിലേക്ക് ഇരുത്തി. ശേഷം സ്ലേറ്റും പെൻസിലും കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.